സ്വന്തമായിട്ട് അർമേനിയ വരുന്നവർക്ക് ജോലി കണ്ടെത്താനുള്ള ഒരു ആപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാം ഈ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സാധാരണക്കാരാണ്. സാധാരണക്കാരെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ജോലി, ഒരു 30,000 രൂപ മാസം ഉണ്ടാക്കാൻ പറ്റിയെങ്കിലോ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജോലി പോലും ഇല്ലാത്ത ആളുകളാണ് ഈ വീഡിയോ ഓപ്പൺ ആക്കിയതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. വെറും 60,000 രൂപയ്ക്ക് അർമേനിയയിൽ വരാം. വന്നു കഴിഞ്ഞാൽ 1-2 മാസത്തിനകം നമുക്ക് പോളണ്ടിലേക്ക് പോകാം. ഇതാണ് നാട്ടിലുള്ള ഏജൻസികളെല്ലാം പറയുന്ന ഒരേ ഒരു കാര്യം. ഇന്ത്യയിൽ നിന്ന് VFS കിട്ടാൻ പാടാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അർമേനിയ വന്നിട്ട് അർമേനിയയിൽ നിന്നാണ് ഇറ്റലിയിലേക്കും പോളണ്ടിലേക്കും ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. ഇത്രയും പൈസ മുതൽ മുടക്കില്ലാതെ നമുക്ക് അർമേനിയയിൽ വന്നിട്ട് നമുക്ക് പോളണ്ടിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ എല്ലാ മലയാളികളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. വളരെ നല്ലൊരു കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരും ഈ ഏജൻസി പറയുന്നത് കേട്ടിട്ട് അർമേനിയയിൽ വരും. നമ്മുടെ നാട്ടിലെ ഏജൻസി 2 ലക്ഷം രൂപ ചോദിക്കുന്നു. എന്നിട്ട് പറയുന്നു അർമേനിയയിൽ എത്തിക്കാം. അർമേനിയയിൽ വന്നിട്ട് നമുക്ക് നിഷ്പ്രയാസം നമുക്ക് ഇവിടുന്ന് VFS കിട്ടും, നമുക്ക് പെട്ടെന്ന് തന്നെ പോളണ്ടിലേക്കോ അല്ലെങ്കിൽ ഇറ്റലിയിലേക്കോ പോകാൻ പറ്റുമെന്ന് പറയുന്നു. ഇപ്പോഴും ഈ 2025 ഇത് വിശ്വസിച്ച ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ 8 മാസമായിട്ട് അർമേനിയയിലുള്ളതാണ്. ഈ അർമേനിയയിൽ 8 മാസമായിട്ടുള്ളതിൻ്റെ ഒരു അനുഭവത്തിൽ പറയുക, നമുക്ക് ഇവിടെ നിന്ന് ഏതെങ്കിലും മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ അതായത് റഷ്യ ആയിക്കോട്ടെ, ജോർജിയ ആയിക്കോട്ടെ, എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ TRC കാർഡ് വേണം, റെസിഡൻഷ്യൽ കാർഡ് വേണം. നമ്മൾ ഈ കാർഡെന്ന് പറയുന്നത് കഴിഞ്ഞ 1.5 വർഷമായിട്ട് അർമേനിയ ബാൻ ചെയ്തേക്കുവാണ്. ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നത് ബാൻ ചെയ്തേക്കുവാണ്. ഈ കാർഡ് കിട്ടുന്നില്ല. ഈ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. അതാണ് വാസ്തവം. പക്ഷേ ഇതിൻ്റെ കൂടെ വേറൊരു സത്യം കൂടെ പറയുകയാണ്. ഈ TRC കാർഡ് ഉണ്ടായിട്ട് പോലും ആളുകൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു. 5 വർഷമായിട്ട് 6 വർഷമായിട്ട് അർമേനിയ തന്നെ സ്റ്റേ ചെയ്യുന്നു, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാതെ. കാർഡ് ഉണ്ടായിട്ട് പോലും പോകാൻ കഴിയാത്ത ആളുകളുണ്ട്. ഒരിക്കലും ഒരു മലയാളി പോലും ഇനി പറ്റിക്കപ്പെടരുത് എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യം യൂറോപ്പ് എന്നുള്ളൊരു മോഹവുമായിട്ട് അർമേനിയയിൽ ആരും വരരുത്. പോളണ്ടിലേക്കോ ജർമ്മനിയിലേക്കോ ഇറ്റലിയിലേക്കോ പോകാമെന്ന് ഇപ്പോഴും ആളുകൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. എപ്പോഴും ആളുകൾ അർമേനിയയിൽ വരുന്നുണ്ട് ഈ ഒരു കാര്യമൊക്കെ വിശ്വസിച്ച്. ഇനിയെങ്കിലും ആരെയും വിശ്വസിക്കാതിരിക്കുക. നമുക്ക് എത്ര അറിയുന്ന ആളാണെങ്കിലും അടുത്ത് ഇടപഴകിയിട്ടുള്ള ആളാണെങ്കിലും അർമേനിയയിലുള്ള ആളാണെങ്കിലും നിങ്ങളത് വിശ്വസിക്കാതിരിക്കുക. കാര്യം ഇവിടെ നിന്നിട്ട് വേറെ എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഇവിടെയുള്ള മലയാളികൾ തന്നെ മിനിമം 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം 2 വർഷം ഇത്രയൊക്കെ ആയിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നവരാണ്. എന്നാൽ 5 വർഷം 6 വർഷമായിട്ട് ഇരിക്കുന്ന ആളുകൾ വരെ ഇവിടെ ഉണ്ട്. അത് വാസ്തവം. അവർക്ക് നല്ല ജോലി, നല്ല കാര്യങ്ങൾ, TRC കാർഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരിവിടെ എന്തായാലും തുടരുന്നുണ്ട്. നമുക്കറിയാം 1 ലക്ഷം രൂപ സാലറി വാങ്ങുന്നിടത്ത് ഒരു 50,000 രൂപ ചിലവായിരിക്കും ആ രാജ്യത്ത് തന്നെ. അർമേനിയയിൽ നമ്മൾ 30,000 രൂപ വാങ്ങിക്കഴിഞ്ഞാൽ വലിയ ചിലവില്ല. നമുക്ക് ഏകദേശം നാട്ടിലൊരു 5,000 രൂപ. നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനി നമുക്ക് റൂം തരികയാണെങ്കിൽ, ഇവിടെ റൂമാണ് പ്രധാനം. റൂം നമുക്കുണ്ടെങ്കിൽ നല്ലൊരു തുക നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. റൂം റെൻറ്റ് കൊടുക്കണ്ട. ഫുഡിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഫുഡെന്ന് പറയുന്നത് നാട്ടിലൊരു 5,000 രൂപയ്ക്ക് അകത്ത് മാത്രമേ ആവുന്നുള്ളൂ. 5,000 മാക്സിമം പോയ 5,000 അത്രേ ആവുന്നുള്ളൂ. നമുക്കൊരു 35,000 രൂപ എന്തായാലും ഒരു മിനിമം ഒരു സ്ഥലത്ത് സ്ഥിരം ജോലിക്ക് പോയാൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ധാരാളമാണ്. ഈ അർമേനിയ തന്നെ ധാരാളമാണ്. നമ്മൾ നാട്ടിൽ എത്ര രൂപയ്ക്കാണ്, ഒരു 10,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 15,000 രൂപയ്ക്കൊക്കെ അല്ലേ നമ്മൾ നാട്ടിൽ ജോലി ചെയ്യുന്നത് ഒരു മാസം. നമുക്ക് ഇവിടെ ഒരു 30,000 രൂപ നമുക്ക് നാട്ടിൽ അയക്കാൻ പറ്റി അത്രയും നല്ലത്. ജോലി ചെയ്യാൻ മനസ്സുള്ളവർ സ്ഥിരമായിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥിരം ജോലി വേണം. അതാണ് നമ്മുടെ നാട്ടിലില്ലാത്ത കാര്യം. അതാണ് സ്ഥിരം ജോലി ഉണ്ടെങ്കിൽ നമുക്ക് കാശ് കുറവായിരിക്കും. എന്നാൽ കാശ് കൂടുതലാണെങ്കിലോ നമുക്ക് സ്ഥിരം ജോലിയും കാണത്തില്ല. അതാണ് പ്രധാന പ്രശ്നം. ഇവിടെ എന്ന് പറഞ്ഞാൽ സ്ഥിരം ജോലിയുണ്ട്. നമുക്ക് സ്ഥിരമായൊരു വർക്ക് പെർമിറ്റിലല്ല നമ്മളിവിടെ വരുന്നത്, വിസിറ്റിംഗ് വിസയാണ്. അതുകൊണ്ട് ഏത് നിമിഷവും നമ്മളൊരു ഫാക്ടറിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഏത് നിമിഷം നമ്മളെ പുറത്താക്കിയേക്കാം. കാര്യം ഒരു പേപ്പറും കാര്യങ്ങളും ഇല്ല, അവരോട് ആരും ചോദിക്കാനില്ല. ഏത് നിമിഷം വേണമെങ്കിലും അവർക്ക് നമ്മളോട് തുറന്ന് പറയാം, നിങ്ങളിവിടെ പൊക്കോ, ജോലി മതിയാക്കിക്കോ എന്ന് പറയാം. പക്ഷേ നമ്മളതുകൊണ്ട് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. അർമേനിയയിൽ ഇഷ്ടം പോലെ ജോലിയുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് പുറത്തെ ജോലികൾ ചെയ്യാം, ഹാർഡ് വർക്ക് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. സത്യം പറഞ്ഞാൽ അർമേനിയയിൽ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് മാത്രം വരിക കേട്ടോ. ഈസി ജോബ് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ വേറൊരു രാജ്യത്തേ പോകരുത്. ഏതൊരു രാജ്യത്ത് പോയാലും ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സോട് കൂടി വരിക. ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് തന്നെയാണ് നമ്മളൊരു ഭാഗ്യം എന്ന് പറയുന്നത്. കാര്യം നമുക്ക് പുറത്തെ ജോലികൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് എത്ര ഹാർഡ് വർക്ക് ആണെങ്കിലും ഒരു പ്രശ്നമില്ല. ഈ തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നമില്ല. നമുക്ക് എത്ര ഹാർഡ് വർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇവിടെ ഈ അർമേനിയയിൽ വന്നിട്ട് 4 മാസമായിട്ടും 5 മാസമായിട്ട് ആൾക്കാർ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്? ഈ ഏജൻസി പറഞ്ഞ് പറ്റിക്കുന്നതുകൊണ്ടാണ്. ഇവിടെ നിന്ന് പോളണ്ടിൽ പോകാം, അവിടെ പോകാം, ഇവിടെ പോകാമെന്നൊക്കെ പറഞ്ഞ് 4 ലക്ഷം 5 ലക്ഷം രൂപയൊക്കെ ആയിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ എന്തായാലും കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ വന്നതുകൊണ്ട് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. മിനിമം 2 ലക്ഷമൊക്കെ വാങ്ങുന്നത്. ഇവിടെ വരാൻ വെറും 60,000 രൂപ മതി. ഈ 60,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ അർമേനിയയിൽ എത്തിപ്പെട്ട് ജോലി കണ്ടെത്തി നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. സ്വന്തമായിട്ട് അർമേനിയ വരുന്നവർക്ക് ജോലി കണ്ടെത്താനുള്ള ഒരു ആപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം. ലിസ്റ്റ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്, ലിസ്റ്റ്.am. നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ജോലി സാധ്യതകൾ അറിയാൻ പറ്റും. ഒരുപാട് ഉപകാരമായിരിക്കും ആദ്യമായിട്ട് വരുന്നവർക്ക്. ഏജൻസിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻറ്റിൻ്റെ വലയിൽ പോയി വീഴാതെ സ്വന്തമായിട്ട് തന്നെ നമ്മൾ വരാൻ നോക്കുക. മാക്സിമം വന്നു കഴിഞ്ഞാൽ നമ്മൾ
മനസ്സുകൊണ്ട് തന്നെ നിൽക്കുക. നമ്മൾ ഒരു വർഷം എന്തായാലും നമുക്കൊരു കഷ്ടപ്പാടായിരിക്കും ഈ രാജ്യത്തോട്ട് വരുമ്പോൾ, അത് ഉറപ്പ് ഞാൻ തരാം. നല്ലൊരു ഹാർഡ് വർക്കാണ് ഇവിടെ. പക്ഷേ നമ്മൾ ഏകദേശം ഒരു വർഷമെങ്കിലും മനസ്സുകൊണ്ട് നമ്മളിങ്ങനെ വിചാരിച്ച് നിൽക്കുക, ഒരു വർഷം നമ്മൾ നിൽക്കും, നല്ല ഹാർഡ് വർക്ക് ചെയ്യും, നല്ല കാശുണ്ടാകും. ഈ ഒരു മനസ്സോട് കൂടി നിന്നാൽ നമുക്കൊരു പ്രശ്നവുമില്ല, നമുക്കിവിടെ തുടരാൻ പറ്റും. അല്ലാതെ ഏജൻസി പറയുന്നതും കേട്ട് ഇവിടുന്ന് പോളണ്ടിൽ പോകാമെന്ന് പറയുന്നതും കേട്ട് 50,000 രൂപ സാലറി ഉണ്ടെന്ന് പറയുന്നത് കേട്ട് ഇവിടെ എത്തും, ഒരു മാസമാകുമ്പോൾ നമുക്ക് ഇവിടുത്തെ സത്യാവസ്ഥ മനസ്സിലാവും. ആ ഒരു മാസം കൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് മടിച്ചു തുടങ്ങും. പിന്നെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി ഒരു ചിന്ത മാത്രമായിരിക്കും നമുക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തുന്ന ആൾക്കാരെല്ലാം 4 മാസമൊക്കെ ആകുമ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. ഇനിയെങ്കിലും ആരും ഇങ്ങനെ ഒരു വഞ്ചനയിൽ ചെന്ന് പെടരുത്. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എന്തായാലും അടുത്ത മാസം യാൻഡെക്സിൽ ജോലി നോക്കുന്നുണ്ട്. യാൻഡെക്സ് ഫുഡ് ഡെലിവറി ജോലി നോക്കുന്നുണ്ട്. എന്തായാലും ഞാൻ തന്നെ വല്ലവരും പറയുന്നത് കേൾക്കാതെ ഞാൻ തന്നെ സ്വന്തമായിട്ട് ജോലിക്ക് പോയിട്ട് സത്യസന്ധമായിട്ടുള്ള എങ്ങനെയാണ് നമുക്ക് ഒരു ദിവസത്തെ വരുമാനം എന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. ആദ്യമായിട്ട് വരുന്നവർക്കും യാൻഡെക്സ് ഈ ജോലി നോക്കി വരുന്നവർക്കെല്ലാം ഉപകാരമായിരിക്കും.